അള്ളാഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ എന്തും ചോദിക്കാം. നിങ്ങൾ അള്ളാഹുവിനോട് ഉപ്പ് മുതൽ എന്തും ചോദിച്ചോളി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യമെങ്കിൽ അത് എടുത്ത് പറഞ്ഞ് ചോദിക്കണം. എടുത്ത് പറഞ്ഞ് ചോദിക്കുക. നമ്മളിത് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടൊരു ദ്വാണ്ടത് പറഞ്ഞിട്ട് പടച്ചോനെ എൻ്റെ എല്ലാ ഉദ്ദേശം പൂർത്തിയാക്കി കൊണ്ടാന്ന് മൊത്തത്തിൽ പറയുന്നതിനേക്കാളും നല്ലത് എന്താണോ ആവശ്യമെങ്കിൽ ആ ആവശ്യം എടുത്ത് പറഞ്ഞ് ചോദിക്കുക. എന്നോടൊരു സുഹൃത്ത് ഉംറക്ക് പോവുകയാണ്. അള്ളാഹിനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണം, ദുആ ചെയ്ത് വരണം. എന്താ പോയി അവിടെ എത്തുമ്പോൾ ഒക്കെ പാടെ മറന്നു പോവില്ല, എന്താ ചെയ്യാന്ന് വെച്ച് ഞാനൊരു കടലാസ് എടുത്തിട്ട് മൂപ്പര് ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് എല്ലാം എഴുതി കൊടുത്ത്, ഈ കടലാസ് കളയണ്ട, ഇതവിടെ ചെന്നിട്ട് മുമ്പിലവിടെ വെക്കുക ദ്വാരക്കുമ്പോൾ, എന്നിട്ട് ഇതിൽ പറഞ്ഞ നിൻ്റെ ഓരോ ആവശ്യങ്ങളും എടുത്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ മോളെ കല്യാണം, മോൻ്റെ കല്യാണം, വീട് പണി, കച്ചവടം ഖൈറിലും ബർക്കത്തിലും ആവല് തുടങ്ങി ദുന്യവിയായ കാര്യങ്ങളും ആഖിറത്തിലേക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ഒരു കടലാസിൽ എഴുതിയിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ അള്ളാഹുവിനോട് എടുത്ത് പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ ഈ വിശിഷ്ട രാവുകളൊക്കെ വരുമ്പോൾ വെള്ളിയാഴ്ച രാവ്, അതുപോലെ ബറാഅത്ത്, ലൈലത്തുൽ ഖദർ, അതുപോലെ നമ്മൾ മഹത്വം കൽപ്പിക്കുന്ന കുറേ രാത്രികളും പകലുകളും സമയങ്ങളും ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ സാധ്യത കൂടുതലുള്ള അത്തരം സന്ദർഭങ്ങളിലൊക്കെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ മറന്നു പോകും, ഏതെങ്കിലും വിട്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യണോ, ഒരു കടലാസിൽ അത് എഴുതിയെടുത്തിട്ട് ഓർമ്മ ഉണ്ടാകുമ്പോൾ എഴുതി വെക്കുക. എന്നിട്ട് അതെടുത്ത് നോക്കി ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു എളുപ്പത്തിൽ അതിനൊക്കെ ഉത്തരം ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു തആല സ്വീകരിക്കട്ടെ.